ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു അലിഖിത നിയമമുണ്ട്. ഇന്ത്യ ലോകകപ്പ് ഉയർത്തണമെങ്കിൽ ടീമിൽ ഒരു മലയാളി വേണം. 1983-ൽ സുനിൽ വത്സൻ, 2007-ലും 2011-ലും ശ്രീശാന്ത്, 2024-ൽ സഞ്ജു സാംസൺ. എന്നാൽ ഇത്തവണത്തെ കണക്കുകൾ പറയുന്നത് 2026-ൽ സഞ്ജു വെറുമൊരു ഭാഗ്യതാരം മാത്രമല്ല, ഇന്ത്യയുടെ വിജയശില്പി തന്നെയാകുമെന്നാണ്. കഥ തുടങ്ങുന്നത് 1983-ലാണ്. ലോർഡ്സിന്റെ ബാൽക്കണിയിൽ കപിൽ ദേവ് ലോക കിരീടം ഉയർത്തുമ്പോൾ ആ 15-അംഗ ടീമിൽ ഏക മലയാളി സാന്നിധ്യമായിരുന്നു സുനിൽ വത്സൻ. ആ ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും ഇന്ത്യയുടെ ആദ്യ വിശ്വവിജയത്തിൽ പങ്കാളിയായ ആദ്യ മലയാളി എന്ന റെക്കോർഡ് ഇടംകയ്യൻ പേസർക്ക് സ്വന്തം. പിന്നീട് 24 വർഷത്തെ കാത്തിരിപ്പ്. 2007-ൽ പ്രഥമ T20 ലോകകപ്പ് ഫൈനലിൽ പാകിസ്ഥാനെതിരെ ജയിക്കുമ്പോൾ ഇന്ത്യയുടെ വിജയശില്പികളിൽ ഒരാൾ ശ്രീശാന്ത് ആയിരുന്നു. ടൂർണമെന്റിൽ 6 വിക്കറ്റുകൾ വീഴ്ത്തിയ ശ്രീശാന്ത് ഫൈനലിലെ മിസ്ബാഉൽ ഹക്കിന്റെ നിർണായകമായ ക്യാച്ചിലൂടെ ചരിത്രത്തിന്റെ ഭാഗമായി. 2011 ഏകദിന ലോകകപ്പിലും ഫൈനലിൽ പന്തെറിഞ്ഞ ശ്രീശാന്ത് 2 ലോകകപ്പ് ഫൈനലുകൾ കളിച്ച ഏക മലയാളി എന്ന അപൂർവ നേട്ടം ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. 2024-ൽ ഇന്ത്യ വീണ്ടും T20 ലോകകപ്പിൽ മുത്തമിട്ടപ്പോൾ ആ ഭാഗ്യം ആവർത്തിച്ചു. വിക്കറ്റ് കീപ്പർ ബാറ്ററായി ടീമിലുണ്ടായിരുന്ന സഞ്ജു സാംസൺ സുനിൽ വത്സനെ പോലെ കളിക്കളത്തിൽ ഇറങ്ങിയില്ലെങ്കിലും ടീമിന് ഭാഗ്യം കൊണ്ടുവന്നു. എന്നാൽ 2026-ലേക്ക് എത്തുമ്പോൾ സഞ്ജു വെറുമൊരു ഭാഗ്യതാരം മാത്രമല്ല, സൂര്യകുമാർ യാദവിനും ഹാർദിക് പാണ്ഡ്യയ്ക്കുമൊപ്പം ടീമിന്റെ നെടും തൂണാണ്. വെസ്റ്റ് ഇൻഡീസിനെ പഞ്ഞിക്കിട്ട 97-ഉം ഇംഗ്ലണ്ടിന്റെ നെഞ്ചു തകർത്ത 89-ഉം സഞ്ജുവിനെ ടീം ഇന്ത്യയുടെ പുതിയ രാജകുമാരനാക്കി മാറ്റിയിരിക്കുന്നു. ഭാഗ്യവും ഫോമും ഒത്തുചേർന്ന 2026 സെമിയിൽ ഇംഗ്ലണ്ടിനെ തകർത്ത അതേ ആവേശത്തിൽ സഞ്ജു ഫൈനലിലും ബാറ്റ് വീശുമ്പോൾ ഇന്ത്യ വീണ്ടും മലയാളി കരുത്തിൽ ലോകത്തിന്റെ നെറുകയിൽ എത്തുന്നത് കാണാൻ നമുക്ക് കാത്തിരിക്കാം.